സൂര്യാകുമാരിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇപ്പോൾ ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് പാലയിലെ അൽഫോൺസ കോളേജിലാണ്. വളരെ നല്ല കോളേജും വളരെ നല്ല അന്തരീക്ഷവുമാണ്. ഇവിടുത്തെ കുട്ടികളൊക്കെ ഞങ്ങൾ വരുന്നു എന്നറിഞ്ഞപ്പോൾ എക്സൈറ്റഡ് ആയി നിൽക്കുകയാണ്. ഞാൻ കുട്ടികളൊക്കെ പരിചയപ്പെട്ട് വളരെ കഴിവുള്ള കുട്ടികളാണ്, ടാലൻറ്റഡ് ആണ്. അവർ റെഡിയായി നിൽക്കുകയാണ്. നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും മനോഹരമായ ഒരു എപ്പിസോഡാണെന്ന് ഞാൻ വാക്ക് തരുന്നു. നമുക്ക് എന്തായാലും കുട്ടികളുടെ അടുത്തേക്ക് പോവാം. കമാൺ. ക്രൈം ഫയൽ എന്ന ഹിറ്റ് ചിത്രം, സുരേഷ് ഗോപിയുടെ ഹിറ്റ് ചിത്രത്തിലെ നല്ല പഞ്ച് ഡയലോഗാണ് ഇന്ന് കുട്ടികൾക്ക് കൊടുക്കുന്നത്. കാരണം അവർ മാസിൻ്റെ പ്രതീകമാണ്. അവർ മനോഹരമായി പെർഫോം ചെയ്യുന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും നമുക്ക് ഡയലോഗ് ഒന്ന് കൊടുക്കാം. പണ്ട് പൂഞ്ഞാർ കവലയിലൂടെ തേരാപ്പാര ഇരന്നു നടന്നിരുന്ന കാലത്ത് ആരോ വിളിച്ചു ചാർത്തി തന്ന ഇമാതിരി ഉളുമ്പ് നാറുന്ന ചെല്ലപ്പേരുകളടക്കം ഹൈറേഞ്ചിന്റെ തുഞ്ചത്ത് താൻ മുളപ്പിച്ചെടുത്ത ഏലക്കാത്തോട്ടത്തിന്റെ അടിവേരുകൾ വരെ ചെകഞ്ഞു നോക്കിയിട്ട് തന്നെയാ താൻ കിരീടം വെക്കാതെ വാടുന്ന സെൻട്രൽ റേഞ്ചിന്റെ DIG കസേരയിലോട്ട് മലർന്നിരിക്കാൻ പണിക്കരങ്ങ് ഡൽഹിയിൽ നിങ്ങോട്ട് പുറപ്പെട്ടു വന്നത്. ഇപ്പതാ ഈ ഉച്ചവരുന്നതിനിടയിലോട്ട് കയറി വന്നത്. അടിപൊളി വൈബ്. നിങ്ങളെ കാണുന്നത് പോലെ തന്നെ അത്രയും തന്നെ നല്ല എനർജിയും ഉണ്ട്. തുടർന്നും അത് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഒരു കൈഡി കൂടെ തരാം. താങ്ക് യു. അപ്പോൾ നമ്മളൊരു ഡയലോഗ് കൊടുത്ത് അതൊക്കെ ഇങ്ങനെ പഠിച്ച് റെഡിയായി നിൽക്കുകയാണ് കുട്ടികൾ, അല്ലേ? അപ്പം ഒരുപാട് ഇവരിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 2 എപ്പിസോഡ് വരെ ഇവിടെ അങ്ങ് പോകുന്നു. അത്ര എനർജി ഉള്ള കുട്ടികളാണ്. സോ ഞാൻ ആദ്യം തന്നെ അന്ന സാറേ എന്ന് വിളിക്കുകയാണ്. അന്ന, ഹായ്, ഹാപ്പി ന്യൂ ഇയർ. എന്റെ പേര് തെറ്റിച്ചാലോ ആദ്യം തന്നെ പറഞ്ഞു. ഷോ എനിക്കിട്ട് പണി രാവിലെ തന്നെ. സോറി കേട്ടോ. ആൻ സാറ ജോൺസൺ. ഓക്കെ അല്ലേ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ട്. ചായ കുടിച്ചോ? ചായ ഇപ്പൊ ഇവിടുന്ന് തന്നെ എനിക്ക് നല്ല മധുരം കൂട്ടിയ ഒരു ചായ തന്നെ. ഞങ്ങൾ പാലക്കാരൊക്കെ നല്ല അടിപൊളി ചായ. അടിപൊളിയായിരുന്നു. വളരെ സന്തോഷമുണ്ട്. സ്ക്രിപ്റ്റ് പഠിച്ചല്ലോ, ഭയങ്കര രസകരമായ എന്നാലും കുഴപ്പമില്ല. ബാക്കിയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരാം. അപ്പം തുടക്കം ഒരാള് ഒരു സ്റ്റേജിൽ എത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ ഇതൊന്നുമല്ല, അത് നല്ല ഗട്ട്സ് ആണ്. അതിനൊരു കൈയടി കൊടുക്കുക. സോ നമുക്ക് അങ്ങോട്ട് തുടങ്ങിക്കളയാം. റെഡി? അതാണ് ക്യാമറ, അതിൽ നോക്കി വേണം ആക്ട് ചെയ്യാൻ. ആക്ഷൻ. പണ്ട് പൂഞ്ഞാർ കവലയുടെ തേരാപ്പാര ഇരന്നു നടന്നിരുന്ന കാലത്ത് പണ്ട് പൂഞ്ഞാർ കവലയുടെ ഇരന്നു നടന്നിരുന്ന കാലത്ത് ആരോ വിളിച്ച് ചാർത്തി തന്ന ഉളുമ്പ് നാർന്ന ചെല്ലപ്പേരുകളടക്കം അങ്ങ് ഹൈറേഞ്ചിൻ തുഞ്ചത്ത് താൻ നട്ടുമുളപ്പിച്ച ഏലക്കത്തോട്ടത്തിന്റെ അടിവേരുകൾ അടക്കം ചികഞ്ഞു നോക്കിയിട്ടാണ് ആരാ വന്നത്? എന്നെ ഇപ്പൊ തന്നെ മോളിലേക്ക് എടുത്താൽ ചികഞ്ഞു നോക്കിയിട്ടാണ് താൻ കിരീടം വെക്കാതെ വാഴുന്ന സെൻട്രൽ റേഞ്ചിന്റെ DIG കസേരയിലോട്ട് മലർന്നിരിക്കാൻ അങ്ങ് ഡൽഹിയിൽ നിന്നും പണിക്കരെത്തിയത് വന്നു. ഇന്നാരെയാണോ എന്തോ കണി കണ്ടത്? എന്റെ അച്ഛനെ തന്നെയായിരിക്കും. ഇപ്പൊ ഈ വിരുന്ന നേരത്തും സൂപ്പർ. തുടക്കം തന്നെ ഗംഭീരമായിട്ടുണ്ട്. അരുണിമ വരൂ. അരുണിമ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം, സുഖമാണ്. 1-2 സിനിമകളൊക്കെ ചെയ്തു, അതൊക്കെ വരുന്നുണ്ട്. നല്ല വിശേഷം. എന്താണ് ന്യൂ ഇയർ ആയിട്ട് ഇവിടുത്തെ വിശേഷങ്ങൾ? ന്യൂ ഇയറിന് പടക്കം പൊട്ടിച്ച് പിന്നെ വേറെ വിശേഷമൊന്നുമില്ല, ഇങ്ങനൊക്കെ പോകുന്നു. പഠിത്തത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് അങ്ങനെ എന്തെങ്കിലും ഓൾറെഡി വേണമെന്നില്ല? ഓക്കെ, എന്നാ തുടങ്ങാം. റെഡി? 1 2 3 ഗോ. പണ്ട് പൂഞ്ഞാർ കവലയിലൂടെ തേരാപ്പാര ഇരുന്ന് നടന്നിരുന്ന കാലത്ത് പണ്ട് പൂഞ്ഞാർ കവലയിലൂടെ തേരാപ്പാര ഇരുന്ന് നടന്നിരുന്ന കാലത്ത് ആരോ വിളിച്ച് ചാർത്തി തന്ന ഇമാതിരി ഉളുമ്പ് നാറുന്ന ചെല്ലപ്പേരുകളടക്കം
ഹൈറേഞ്ചിന്റെ തുഞ്ചത്ത് മുളപ്പിച്ച ഏലക്കാത്തോട്ടത്തിന്റെ അടിവേരുകൾ വരെ ചികഞ്ഞു നോക്കിയിട്ടാ അങ്ങ് കിരീടം വെക്കാതെ വാഴുന്ന സെൻട്രൽ DIG കസേരയിൽ നിന്ന് സെൻട്രൽ DIG കസേര ആണോ? എന്റെ പൊന്നോ ഒടുക്കത്താ പിന്നെ സെൻട്രലിൽ കിരീടം വെക്കാതെ വാഴുന്ന DIG കസേരയിൽ മലർന്ന് കസേരയിൽ മലർന്നു കിടക്കുന്ന അല്ല മലർന്നു കിടക്കാൻ പണിക്കരങ്ങ് ഡൽഹിയിൽ നിന്ന് വന്നു. മലർന്ന് കിടക്കാനല്ല ഇരിക്കാൻ. മലർന്നിരിക്കാനാണ് പണിക്കരങ്ങ് ഡൽഹിയിൽ നിന്ന് വന്നത്. ഇപ്പതാ ഈ ഉച്ചയൂണിന്റെ ഇടയിലോട്ട് കേറി വന്നത്. അടിപൊളി അടിപൊളി. നമ്മളൊന്നും കേട്ടില്ല മോനെ. അടുത്ത ആരാണ്? ഞാൻ. വരൂ. ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ പടൻ? പേരൊന്നുകൂടെ പറഞ്ഞു. ഷാഫിയ. ഷാഫി ഏത് ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്? 30s ഇംഗ്ലീഷ്. നാട് പൊൻകുന്നം. പൊൻകുന്നം. അപ്പൊ റെഡി, ആക്ഷൻ. പണ്ട് പൂഞ്ഞാർ കവലയിലൂടെ തേരാപ്പാര തെണ്ടി നടന്നിരുന്നു. പണ്ട് പൂഞ്ഞാർ കവലയിലൂടെ തേരാപ്പാറ ഇരന്ന് നടന്നിരുന്ന കാലത്ത് ആരോ വിളിച്ചു ചാർത്തി തന്ന ഇമാതിരി ഉളുമ്പ് നാറുന്ന ചെല്ല പേരുകളടക്കം ഹൈറേഞ്ചിന്റെ തുഞ്ചത്ത് താൻ നട്ടുപിടിപ്പിച്ചു വെച്ച ഏലത്തോട്ടത്തിന്റെ അടിവേരുകൾ വരെ ചികഞ്ഞു നോക്കിയിട്ട് തന്നെയാ താൻ കിരീടം വെക്കാതെ വാഴുന്ന സെൻട്രൽ ജയിലോ? ആകപ്പാടെ തെണ്ടിപ്പോകുന്ന ലക്ഷണമാണല്ലോ. താൻ കിരീടം വെക്കാതെ വാഴുന്ന സെൻട്രൽ റേഞ്ചിന്റെ DIG ആയിട്ട് ഡൽഹി ഈ DIG കസേരയിലേക്ക് മലർന്നിരിക്കാൻ ഈ പണിക്കര് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഈ ഉച്ചയൂണിന്റെ സമയത്ത് കയറി വന്നത്. അടിപൊളി, സൂപ്പർ. അത് ജോറായി. യെസ്. എന്തുണ്ട് ഒരു വിശേഷം? സുഖമായിട്ടിരിക്കും. എങ്ങനെയുണ്ട് ഈ കോളേജ്? കോളേജ് അടിപൊളിയാണ്. ഏറ്റവും ബെസ്റ്റ് ഒരു ഫ്രണ്ടിന്റെ പേര് പറ. എത്ര ഫ്രണ്ട്സ് ഉണ്ട്? ഒരുപാട് പേരുണ്ട്. അപ്പൊ പിന്നെ ബെസ്റ്റ് ഒരാളെ പേര് പറയാൻ പറ്റില്ലല്ലോ. നാട് കറക്റ്റ്? തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് എവിടെയാണ്? നെയ്യാറ്റിൻകര കഴിഞ്ഞിട്ട്. തുടങ്ങിയല്ലോ നമുക്ക്. അപ്പൊ തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാനൊരു ലോട്ട് തരാം. അപ്പൊ അതിൽ ഒരു സംഭവം എഴുതിയിട്ടുണ്ട്. സിനിമ പേരായിരിക്കും. ആ സിനിമ ഏതാണെന്ന് നോക്കിയിട്ട് ഒരാളെ വിളിക്കണം. വിളിച്ചിട്ട് ഇദ്ദേഹം അത് അഭിനയിച്ച് കാണിച്ചിട്ട് അവരെ കൊണ്ട് പറയിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ആരെയും കാണാതെ ഇങ്ങോട്ട് മാറി നോക്കും. ഓക്കെ അല്ലേ? ആരെയാണ് വിളിക്കുന്നത്? ജിയനെ വിളിക്കാം. ജിയ വരൂ. ജിയ വരൂ. ജിയ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 30C ക്ലിനിക്കൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്. നാട്? ആലപ്പുഴ. റെഡി. ഓ, ഇതിന്റെ ഉസ്താദാന്ന് തോന്നുട്ടോ. എന്നെ എന്തിനാണ് തൂക്കി? മണിച്ചിത്രത്താഴാണോ? മണിയെ കൊന്ന അഡ്വക്കറ്റ് പൂജാരി അടിപൊളി. നല്ലൊരു ആക്ട്രസ് ആണ് കേട്ടോ. താങ്ക് യു. യെസ്. പണ്ട് പൂഞ്ഞാർ കവലയിലൂടെ തേരാപ്പാര ഇരന്നു നടന്നിരുന്ന കാലത്ത് ആരോ വിളിച്ചു ചാർത്തി തന്ന ഉളുമ്പ് നാർന്ന ഇമാതിരി ചെല്ലപ്പേരുകളടക്കം അങ്ങ് ഹൈറേഞ്ചിൽ താൻ നട്ടുവളർത്തിയ ഏലത്തോട്ടങ്ങളുടെ അടിവേരുകളടക്കം ചികഞ്ഞു നോക്കിയിട്ട് തന്നെയാ സെൻട്രൽ റേഞ്ചിൽ താൻ കിരീടം വയ്ക്കാതെ വാഴുന്ന ഇങ്ങോട്ടേക്ക് DIG. ഭാവി ചെല്ലിനോർത്ത് പാതാളം എന്നല്ലാണ്ട് പിന്നെ എന്ത് പറയാനും. അങ്ങ് ഹൈറേഞ്ചിന്റെ തുഞ്ചത്ത് താൻ നട്ടുവളർത്തിയ ഏലത്തോട്ടങ്ങളുടെ അടിവേരുകൾ വരെ ചികഞ്ഞു നോക്കിയിട്ട് തന്നെയാ താൻ കിരീടം വയ്ക്കാതെ വാഴുന്ന ഈ സെൻട്രൽ റേഞ്ചിന്റെ ADGP കസേരയിലേക്ക് എങ്ങനെയല്ലോ ഊരി തരണം. നിന്നെ ഇപ്പൊ വേണമെങ്കിൽ ഞാൻ ഊരി തരാം. പക്ഷെ ഭാവിയിൽ നീ എന്നെ സഹായിക്കണം. ഏറ്റല്ലോ? ഏറ്റോ? താൻ കിരീടം വയ്ക്കാതെ വാഴുന്ന ഈ DIG കസേരയിലേക്ക് മലർന്നിരിക്കാൻ അങ്ങ് ഡൽഹിയിൽ നിന്ന് പണിക്കര് വന്നത്. ഇപ്പതാ ഈ ഉച്ചയുടെ സമയത്ത് കയറി വന്നത്. ഓക്കെ, വെരി ഗുഡ്. അടുത്തതായിട്ട് വേദിയിലേക്ക് വരുന്നു മറീന. ഹായ്. എന്തൊക്കെയാണ്? ഒരു സുഖമില്ല. ഒരു സുഖം ഇല്ലെന്നോ? ആദ്യമായിട്ടാണ് ഇങ്ങനെ. ഈ സിനിമ കണ്ടാണോ? ഇല്ല. ഈ സീൻ ഇപ്പൊ ജസ്റ്റ് കാണിച്ചു കാണുമല്ലോ. റെഡി അല്ലേ? റെഡി. ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആക്ടിംഗ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇദ്ദേഹത്തിൽ നിന്ന്. ഓക്കെ അല്ലേ? മാസ് വേണം. ഓക്കെ, ആക്ഷൻ. പണ്ട് പൂഞ്ഞാർ കവലയിലൂടെ തേരാപ്പാര അലഞ്ഞു നടന്നിരുന്ന കാലത്ത്
ആരോ വിളിച്ച് ചാർത്തി തന്ന. ഏതായാലും വട്ടാണെന്നുള്ള കാര്യത്തിൽ നാട്ടുകാർക്ക് ഇനി സംശയമൊന്നും ഉണ്ടാകത്തില്ലല്ലോ. ഇത്രയും ഡിഫറെന്റ് ആവണ്ട കേട്ടോ. റെഡി അല്ലേ? ഓക്കെ റെഡി. ആവാഹിച്ചോ, കഥാപാത്രത്തെ ആവാഹിച്ചോ? സുരേഷ് ഗോപി ഒറ്റ ശ്വാസത്തിലാ പറഞ്ഞ ഞാൻ ചത്തു. അത് കുഴപ്പമില്ല, ഒറ്റ ശ്വാസത്തിൽ പറയണമെന്നൊന്നുമില്ല. റെഡി ആക്ഷൻ. പണ്ട് പൂഞ്ഞാർ കവലയിലൂടെ തേരാപ്പാര എരന്ന് നടന്നിരുന്ന കാലത്ത് ആരോ വിളിച്ച് ചാർത്തി തന്ന ഇമാതിരി ഉളുമ്പ് നാറുന്ന ചെല്ലപ്പേരുകൾ അടക്കം ഹൈറേഞ്ചിന്റെ തുഞ്ചത്ത് താൻ മുളപ്പിച്ചെടുത്ത ഏലക്കാത്തോട്ടത്തിന്റെ അടിവേരുകൾ അടക്കം ചികഞ്ഞു നോക്കിയിട്ട് തന്നെയാ താൻ കിരീടം വെക്കാതെ വാഴുന്ന ഈ സെൻട്രൽ റേഞ്ചിന്റെ DIG കസേരയിലേക്ക് മലർന്നിരിക്കാൻ പണിക്കർ അങ്ങ് ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടു വന്നത്. ഇപ്പോ ഈ ഉച്ച സമയത്ത് ഇങ്ങോട്ടേക്ക് കയറി വന്നത്. എന്റെ ഈശ്വര, ഇനി വട്ടം മുഴുവൻ മാറിയില്ലെന്നുണ്ടോ? നെയ്മറ്റ്. അത് നെയ്മറ്റ് വളരെ നൈസ് നെയിമാണ്. എന്താണ് അതിന്റെ മീനിങ്? ഗോഡ്സ് ഡിവൈൻ ഗിഫ്റ്റ്. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അടിപൊളി പേര്. ആരാണ് ഇട്ടത് ആ പേര്? മമ്മയാണ്. നൈസ് നെയിം. ഓക്കെ റെഡി ആക്ഷൻ. പണ്ട് പൂഞ്ഞാർ കവലയിലൂടെ തേരാപ്പാല തേരാപ്പാര. ഇത് കൈ വിട്ടുപോയടാ. പണ്ട് പൂഞ്ഞാർ കവലയിലൂടെ ഇറന്നു നടന്നിരുന്ന കാലത്ത് ആരോ വിളിച്ച് ചാർത്തി തന്ന ഉളുമ്പ് നാർന്ന ചെല്ലപ്പേരുകൾ അടക്കം ഹൈറേഞ്ചിന്റെ തുഞ്ചത്ത് നട്ടുവളർത്തിയ ഏലക്കാത്തോട്ടങ്ങളുടെ അടിവേരുകൾ അടക്കം ചികഞ്ഞു നോക്കിയിട്ട് തന്നെയാ ഇന്ന് താൻ കിരീടം വെക്കാതെ വാഴുന്ന DIG കസേരയിൽ മലർന്നിരിക്കുവാനായി ഡൽഹിയിൽ നിന്ന് പണിക്കിന് പുറപ്പെട്ടു വരുന്നത്. അതിനിടയിലൂടെ ഈ ഉച്ചയൂണിലേക്ക് വിളിക്കാതെ കയറി വന്നതും. നിനക്ക് അഭിനയിക്കാൻ അറിയോ? അഭിനയം നോക്കാം. അടുത്തത് ഒരു കുസൃതി ചോദ്യമാണ്. അറിയാവുന്നവര് കൈവക്കുക. വിളിച്ചു പറയണ്ട, അറിയാവുന്നവർ കൈവക്കിയാൽ മതി. കല്യാണം കഴിക്കാത്തൊരു കുട്ടി താഴെ നിൽക്കുന്നു എന്ന്, കല്യാണം കഴിക്കാത്ത പെൺകുട്ടി താഴെ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വേർഡ്. പാർവതി വരൂ. മിസ്അണ്ടർസ്റ്റാൻഡിംഗ്. അങ്ങനെ അറിയാം. അല്ല, പണ്ട് ഇത് നമ്മൾ ഇടയ്ക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കാം. പഴയതായിരുന്നു. നമ്മൾ ഇച്ചിരി പഴകിയ ആൾക്കാരാണ് കേട്ടോ. അൽഫിയ വരൂ. ഹായ്. ഏതിനാണ് ഇവിടെ പഠിക്കുന്നത്? ഞാൻ ഇംഗ്ലീഷ്. നാട് കാസർഗോഡ്. കാസർഗോഡ് രീതിയിൽ സംസാരിക്കും? ഇല്ല, എനിക്ക് അറിയില്ല. അപ്പൊ അവിടെ അല്ലേ ജനിച്ചോളൂ? അവിടുത്തെ ജനിച്ചു വേണമെന്ന് അവിടെ തന്നെയാണ്, പക്ഷെ സ്ലാങ് വേണ്ടെന്ന്. അപ്പൊ ഈ സുരേഷ് ഗോപിയുടെ സിനിമ കണ്ടയാണോ? അല്ലല്ല, കണ്ടിട്ടില്ല. എന്നാലും നമ്മൾ ആ സീൻ കണ്ടു കാണും അല്ലേ? സീൻ കണ്ടു. ഇപ്പൊ തുടങ്ങിയാലോ നമുക്ക്? തുടങ്ങാം. ഓക്കെ, അപ്പൊ റെഡി 1 2 3 ഗോ. ഓ. പണ്ട് പൂഞ്ഞാർ കവലിലൂടെ തേരാപ്പാര നടന്നിരുന്ന കാലത്ത് ആരോ വിളിച്ചു ചേർത്ത് തന്ന അളിഞ്ഞിരിക്കുന്ന സിനിമണ്ഡലം വരെ നിന്റെ ഭാഗ്യം സിനിമ തന്നെ മോളെ. റെഡി അല്ലേ? നമ്മൾ സ്ലോ മോഷനിൽ കൊടുക്കണം ഈ സാധനം കേട്ടോ. റെഡി ആക്ഷൻ. അയ്യോ, പണ്ട് പൂഞ്ഞാർ കവലിലൂടെ തേരാപ്പാര നടന്നിരുന്ന കാലത്ത് ആരോ തേരാപ്പാര അളിഞ്ഞല്ലോ തേരാപ്പാര നടന്നിരുന്ന കാലത്ത് ഇരുന്ന് നടന്നിരുന്ന കാലത്ത് ആരോ വിളിച്ചു ചേർത്ത് തന്ന ഇമാതിരി ഊച്ചാളി അല്ലല്ലോ. കാസർഗോഡ് ഭാഷ അറിയത്തില്ലെങ്കിലും ഇമാതിരി ഭാഷ അറിയാമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. അടിപൊളി. ഒരു ശക്കല കുഴപ്പമുണ്ട്. പണ്ട് പൂഞ്ഞാർ കവലിലൂടെ തേരാപ്പാര ഇറന്ന് നടന്നിരുന്ന കാലത്ത് ആരോ വിളിച്ചു ചേർത്ത് തന്ന അളിഞ്ഞു നാറുന്ന ഇമാതിരി ഉളുമ്പ് നാറുന്ന ചെല്ലപ്പേരുകൾ അടക്കം അങ്ങ് ഹൈറേഞ്ചിന്റെ തുഞ്ചത്ത് താൻ നട്ടുമുളപ്പിച്ച ഏലക്കാത്തോട്ടുന്ന അടിവേരുകൾ ചികഞ്ഞിട്ട് തന്നെയാണ് താൻ കിരീടമില്ലാതെ വാഴുന്ന സെൻട്രൽ റേഞ്ചിന്റെ DIG പദവിയിലേക്ക് അങ്ങ് ഡൽഹിയിൽ നിന്ന് പണിക്കർ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ ഈ ഉച്ചയൂണിന്റെ ഇടയ്ക്കോട്ട് കയറി വന്നത്. എക്സ്ക്യൂസ് മീ മാഡം. എന്താ വിളിച്ചോ? എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കിഷ്ടായി. അവർക്ക് ഇഷ്ടാവോ എന്തോ. നമ്മൾ അടുത്തായിട്ട് വിളിക്കുന്നു അപർണ. ഹായ് അപർണ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഒരു വിശേഷമില്ല, സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ ശരി, റെഡി 1 2 3 ഗോ. പണ്ട് പൂഞ്ഞാർ കവലിലൂടെ തേരാപ്പാര ഇരുന്ന് നടന്നിരുന്ന കാലത്ത് ഞാൻ ഇരുന്നാ പറഞ്ഞു. പണ്ട് പൂഞ്ഞാർ കവലിലൂടെ തേരാപ്പാര ഇരുന്ന് നടന്നിരുന്ന കാലത്ത് ആരോ വിളിച്ച് ചൊല്ലിത്തന്നു ദൈവമേ, ഒരു പിടി ദുരിതവും അതിലൊരു കരവും ഇതോ
കാലമേ മനസമനില പോയി. പണ്ട് പൂഞ്ഞാർ കവലയിലൂടെ തേരാപ്പാര ഇരന്നു നടന്നിരുന്ന കാലത്ത് ആരോ വിളിച്ച് ചാർത്തി തന്ന ഉളുമ്പ് നാർന്ന ചെല്ല പേരുകൾ അടക്കം ഹൈറേഞ്ചിന്റെ തുഞ്ചത്ത് നട്ടു വളർത്തിയ ഏലക്കാത്തോട്ടത്തിന്റെ അടിവേരുകൾ അടക്കം ചികഞ്ഞെടുത്തിട്ട് തന്നെയാ താൻ കിരീടം വെക്കാതെ വാഴുന്ന ഈ സെൻട്രൽ റേഞ്ചിന്റെ DIG കസേരയിലേക്ക് മലർന്നിരിക്കാൻ അങ്ങ് ഡൽഹിയിൽ നിന്ന് പണിക്കരെ ഇങ്ങോട്ട് പുറപ്പെട്ടു വന്നത് അതുപോലെ ദാ ഈ ഉച്ച വിരുന്നിലേക്ക് ഇടയിലേക്ക് കയറി വന്നതും. ദൈവം എനിക്ക് കാഴ്ച തന്നില്ലേ, എന്തിനെന്നോട് ക്രൂരത കാണിച്ച്. അപ്പൊ ഇനി നമുക്ക് വിളിക്കാം പാർവതി. പാർവതി, ഹായ്, എന്താണ് വിശേഷങ്ങൾ? സുകന്യ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ BC കെമിസ്ട്രി ഓർക്കുന്നോ പഠിക്കുന്ന ഏതിലാണെന്നുള്ളത്? എന്താ പറയണ്ടേന്ന് പെട്ടെന്ന് കിട്ടുന്നില്ല. നാട് എവിടെയാണ്? എന്റെ നാട് കാസർഗോഡാണ്. കാസർഗോഡ് ഇപ്പം നേരത്തെ ഒരാളും കൂടെ ഉണ്ട്. നിങ്ങൾ ആരും പക്ഷെ കാസർഗോഡിലല്ല സംസാരിക്കുന്നത്. ഞാൻ മുണ്ട് മണങ്ങി, അത് കൊള്ളാം കേട്ടാ. എന്നാ രണ്ടു വാക്ക് മുണ്ടിയാണ്. നിങ്ങൾ ചോറെല്ലാം കഴിച്ചാ? രാവിലെ ചോറ് കഴിച്ചില്ല. രാവിലെ ചായ പാർവതി തന്ന ചായ കുടിച്ചു. പെരുത്ത് മധുരായിരുന്നു. പക്ഷെ ഭയങ്കര രസമാണ് അവിടുത്തെ ലാംഗ്വേജ് കേൾക്കാൻ, നല്ല രസമാണ്. റെഡി, ആക്ഷൻ. പണ്ട് പൂഞ്ഞാർ കവലയിൽ തേരാപ്പാര ഇരന്നു നടന്നിരുന്ന കാലത്ത് ആരോ വിളിച്ചു ചേർത്ത് തന്ന ഇമാതിരി ഉളുമ്പ് നാറുന്ന ചെല്ലപ്പേരുകളടക്കം അങ്ങ് ഹൈറേഞ്ചിൽ താൻ മുളപ്പിച്ചെടുത്ത ഹൈറേഞ്ചിന്റെ തുഞ്ചത്ത് താൻ മുളപ്പിച്ചെടുത്ത ഈ ഏലക്കാത്തോട്ടത്തിന്റെ അടിവേരുകൾ ചികഞ്ഞു നോക്കിയിട്ട് തന്നെയാണ് കിരീടം വെക്കാതെ താൻ വാഴുന്ന ഈ സെൻട്രൽ റേഞ്ചിന്റെ DIG കസേരയിൽ മലർന്നു കിടക്കാൻ പണിക്കരങ്ങ് ഡൽഹിയിൽ നിന്ന് വന്നതും ഇപ്പൊ ഈ ഉച്ചവിരുന്നിൽ ഇടയ്ക്കോട്ട് കയറി വന്നതും. അരുമയാണ് നടിപ്പ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഭയങ്കര രസകരമായിട്ട് സുരേഷ് ഗോപിയുടെ ഡയലോഗൊക്കെ, ആ വോയിസ് ഒക്കെ മോഡുലേഷൻ ഒക്കെ കറക്റ്റായിട്ട് വന്നു ഇല്ലേ? അപ്പോൾ സുരേഷ് ഗോപിയുടെ ഒരു ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു ഡയലോഗുണ്ട്, പോ പുല്ലേ എന്നൊക്കെ പറയുന്നത്. ആ സാധനം ആ മോഡലിൽ, ആ മോഡുലേഷനിൽ ആക്ഷനോടുകൂടി എന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടോ ഈ മുഖം? അടിപൊളി, സൂപ്പർ. കലക്കണ്ടിട്ടാ. അപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ട്? ന്യൂ ഇയറിന് എന്തെങ്കിലും പുതിയ? ന്യൂ ഇയർ ആണെന്ന് പറഞ്ഞ റെസല്യൂഷൻ എടുക്കരുത് എന്നുള്ളതാണ് കറക്റ്റ് കാര്യമാണ്. അത് നല്ലൊരു കൈയടി കൊടുക്കുക. ശരിക്കും ചിലർ ന്യൂ ഇയറിന് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കും. അങ്ങനെ ഒന്നും ആയിരിക്കരുത്. നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ ശക്തമായി തന്നെ തുടരുക, അത്രേ ഉള്ളൂ. കറക്റ്റ് കാര്യമാണ് അത്. ഞാനൊക്കെ അങ്ങനെ ഉള്ളതായിട്ടോ, അതുകൊണ്ട് ബാക്കി ഞാൻ പറയുന്നില്ല. ഓക്കെ, ശരി. ഏതിനാ പഠിക്കുന്നതെന്ന് പറയുമ്പോൾ? ഞാൻ ക്ലിനിക്കൽ ന്യൂട്രീഷൻ. ഓക്കെ, അപ്പോൾ തുടങ്ങിയല്ലോ. ഈ സിനിമ കണ്ടാണോ? പണ്ട് എപ്പോഴോ കണ്ടുപോയതാണ്. പണ്ടത്തെ പടം ഇത്. ഓക്കെ, റെഡി, ആക്ഷൻ. പണ്ട് പൂഞ്ഞാർ കവലയിലൂടെ തേരാപ്പാര പണ്ട് പൂഞ്ഞാർ കവലയിൽ തേരാപ്പാര ഇരുന്ന് നടന്നിരുന്ന കാലത്ത് ആരോ വിളിച്ച് ചാർത്തി തന്നെ ഇമാതിരി ഉളുമ്പ് നടന്ന ചെല്ലപ്പേരുകളടക്കം ഹൈറേഞ്ചിന്റെ തുഞ്ചത്ത് താൻ മുളപ്പിച്ചെടുത്ത ഏലത്തോട്ടത്തിന്റെ അടിവേര് വരെ ചികഞ്ഞു പരിശോധിച്ചിട്ടാണ് താൻ കിരീടം വെക്കാതെ വാഴുന്ന സെൻട്രൽ റേഞ്ചിന്റെ DIG കസേരയിലോട്ട് മരന്നിരിക്കാൻ പണിക്കിറങ്ങി ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടു വന്നത്. ഇപ്പതായി ഉച്ചനേര ഊണിന്റെ ഇടയിലോട്ട് കയറി വന്നത്. എല്ലാം വളരെ പെട്ടെന്നായി പോയി. യെസ്. അപ്പോൾ പാലയിലുള്ള അൽഫോൺസ കോളേജിലെ ഈ കുട്ടികളെ അങ്ങോട്ട് വിട്ടു പോകാൻ തോന്നില്ല, അത്രയ്ക്ക് എനർജറ്റിക്കാണ് എല്ലാവരും. അപ്പോൾ നാളെ ഇവരുടെ ഇതേ ഡയലോഗ് കൊടുത്തിട്ട്, കാരണം ഇവർ പല രീതിയിലാണ് ആക്ട് ചെയ്യുന്നത്, പിന്നെ അത് മാത്രമല്ല ഒരുപാട് കഴിവുകളുണ്ട്. അപ്പോൾ നാളെ നമുക്ക് വീണ്ടും ഇവരുടെ കൂടെ തന്നെയായിരിക്കും. ഇപ്പോൾ തൽക്കാലം ഇവിടെ പറയുകയാണ്. ഗുഡ് ബൈ.